സ്ലൈഡിംഗ് ഡോറിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം അവർക്ക് സ്ലൈഡിംഗ് ഡോറിൽ നമ്മൾ കൊടുക്കുന്ന ഹാർഡ്വെയറും അതിന്റെ സ്ലൈഡിംഗ് ഡോറിന്റെ ഹാർഡ്വെയറും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിന്റെ പല ടൈപ്പ് സ്ലൈഡിങ്ങുകളെ കുറിച്ച് ഞാനിപ്പോൾ കാണിച്ചു തരാം. സ്ലൈഡിംഗ് ഡോറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ചെയ്തിട്ട് നമ്മുടെ സ്പേസ് ഭയങ്കരമായിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഓപ്പൺ ചെയ്യുന്ന അത്ര ഏരിയ നമുക്ക് വേസ്റ്റ് ആയി പോവാണ്, സ്പേസ് പോവുകയാണ്. അതേസമയം സ്ലൈഡിംഗ് ഡോർ ആണെങ്കിൽ ഇവിടെ സ്ലൈഡിംഗ് ഡോർ നമ്മളിവിടെ കൊടുത്തു, ഒരു പാസേജ്, ആ പാസേജിൽ നമുക്ക് ഒട്ടും സ്പേസ് നമ്മൾ പോകുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ഡോർ ക്ലോസ് ചെയ്തു. വീണ്ടും മറ്റു ഡോറുകൾ ഫ്രെയിംലെസ് ഗ്ലാസിന്റെ സ്ലൈഡിങ്, മറ്റേ വുഡൻ ഫ്രെയിം വെച്ചിട്ടുള്ളായിരുന്നു, അല്ലെ ഫ്രഷ് ഡോറിന്റെ ആയിരുന്നു. ഇവിടെ നമുക്ക് ഫ്രെയിംലെസ് ഗ്ലാസിന്റെ സ്ലൈഡിങ്. വീണ്ടും ഞാൻ ഇവിടെ ഒരു ബെഡ്റൂം ആയിക്കോട്ടെ അല്ലെങ്കിൽ വാഷ്റൂം ആയിക്കോട്ടെ, ഉള്ളിൽ വേറൊരു ഡോർ കൂടെ കൊടുത്തു, വുഡൻ ഡോറിന്റെ കണ്ടോ സ്പേസ്. അപ്പൊ ഇവിടെയാണ് കുഞ്ഞു റൂമാണ്. ആ കുഞ്ഞു റൂമിലും ഈ പറയുന്ന സ്ലൈഡിംഗ് ഡോർ ഒന്നും നമുക്ക് ഒട്ടും സ്പേസ് വേസ്റ്റ് ആകുന്നില്ല. തിരിച്ചു പോകുമ്പോഴും അടയ്ക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. ഡോറ് അടയ്ക്കാൻ വളരെ ഈസിയാണ് ഇങ്ങനെ അടയ്ക്കാനായിട്ട്. ഉണ്ടോ, ആ സോഫ്റ്റ് ക്ലോസ് ആണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ക്ലോസ് ആവും. അപ്പൊ ഫ്രെയിംലെസ് ഗ്ലാസ് സ്ലൈഡിംഗ് ഉണ്ട്, വുഡിന്റെ സ്ലൈഡിംഗ് ഡോറിന്റെ ഹാർഡ്വെയർ ഉണ്ട്, ഫ്ലഷ് ഡോറിന്റെ ഹാർഡ്വെയർ ഉണ്ട്. ഇതെല്ലാം പല ടൈപ്പ് സ്ലൈഡിംഗ് ഡോറുകൾ അവൈലബിൾ ആണ്. സ്ലൈഡിംഗ് ഡോറിന്റെ ഹാർഡ്വെയർ അവൈലബിൾ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ വുഡ് വെച്ചിട്ടോ ഗ്ലാസ് വെച്ചിട്ടോ ഫ്രഷ് ഡോർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്ലൈഡിംഗ് ഡോറുകൾ ചെയ്യാം. നിങ്ങളുടെ മിനിമം സ്പേസിനെ മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ലൈഡിംഗ് ഹാർഡ്വെയർ ഫിറ്റിംഗ്സിനെ കുറിച്ചും ആപ്ലിക്കേഷനെ കുറിച്ചും അറിയാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഡാനി മാർട്ടിന്റെ ട്രിവാൻഡ്രത്തെ എറണാകുളത്തെ ഷോറൂം വിസിറ്റ് ചെയ്യുക. താങ്ക് യു.